ബാപ്പയ്ക്കയും തീവ്രവാദികളുടെ ബുദ്ധി കേന്ദ്രമാണെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ മരിച്ചു. ഞാനിതൊക്കെ എവിടുന്ന് അറിഞ്ഞു എന്ന് മാത്രം നീ എന്നോട് ചോദിക്കരുത്. നിന്നെ ഒരിക്കലും അവരുടെ കൂട്ടത്തിൽ സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല. അവരോട് ഇതേക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോലും എനിക്കാവില്ല. എനിക്ക് ആശ്രയിക്കാൻ നീ മാത്രമേ ഉള്ളൂ. നീ തിരിച്ചു വരണം. നരകത്തിലേക്കാണ് ജാവേദ് നിന്റെ ഈ യാത്ര. അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നീ സംസാരിക്കുന്നത്. എൻ്റെ വഴിയെക്കുറിച്ച് എനിക്ക് സംശയങ്ങളില്ല. അങ്ങേറ്റം കൺവിൻസ്ഡാണ് ഞാൻ ആ കാര്യത്തിൽ. സത്യത്തിൽ നിന്നോടാണ് ഞാൻ ഇതിനൊക്കെ നന്ദി പറയേണ്ടത്. നീയാണ് എനിക്ക് വഴി തുറന്നു തന്നത്. നിന്റെ ബാപ്പയും ഇക്കയും കാണും വരെ ഞാനൊരു അന്ധനായിരുന്നു. പരമകാരുണ്യനായ ദൈവത്തിൻ്റെ വചനങ്ങളിലേക്ക് കണ്ണും കാതും തുറന്നു വയ്ക്കാൻ പ്രേരിപ്പിച്ചത് അവരാണ്. അങ്ങനെ എൻ്റെ അജ്ഞത നീങ്ങി. ലോകമെമ്പാടും ചൊരിയപ്പെടുന്ന മുസൽമാരുടെ ചോര ഞാൻ കണ്ടു. അവിശ്വാസികളുടെ പടയോട്ടങ്ങൾ, അലംഘനീയമായ 2 പാഠങ്ങൾ ഞാൻ പഠിച്ചു. സ്വയം സംശയിക്കാതിരിക്കുക, ദൈവവചനങ്ങൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുക. നിർത്തു ജാവേദ്. നാണമാവുന്നില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? വെറുപ്പല്ല, സ്നേഹമാണ് മതത്തിന്റെ സന്ദേശം. ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും നീ എന്നെക്കാൾ എത്രയോ ഉയരത്തിലാണ്. എന്നിട്ട് നീ നരഭോജികളുടെ ചിന്തകളിൽ വീണല്ലോ. വല്ലാത്തൊരു ഡീജനറേഷൻ തന്നെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ ജാവേദ്, അവര് നിന്നെ ട്രാപ്പ് ചെയ്യുകയായിരുന്നു. ഇക്കയും ബാപ്പയും എന്നെ കരുവാക്കിക്കൊണ്ട്. പിന്നെ പിന്നെ നീ അവരുടെ കൂട്ടത്തിൽ ഒരാളായി. ഇപ്പോ ഒരു കാര്യം എനിക്ക് ശരിക്കും മനസ്സിലായി. എന്റെ പ്രതീക്ഷകൾ തെറ്റായിരുന്നുവെന്ന്. നിന്നെ ഒരിക്കലും എനിക്ക് തിരുത്താനാവില്ലെന്ന്. നീ ഒന്നും മറക്കണ്ട ജാവേദ്. ഒരു വലിയ ദുരന്തം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാനിനി നിന്നെ ശല്യപ്പെടുത്തില്ല. ഞാൻ പോകുന്നു. നീ തീവ്രവാദത്തിന്റെ വഴികൾ ഉപേക്ഷിക്കാതെ ഇനി നമ്മൾ തമ്മിൽ കാണലുണ്ടാവില്ല. സത്യം. ഒരപേക്ഷ, നീ ഇതൊന്നും ആരോടും പറയരുത്. നിന്റെ ഈ പുതിയ അറിവ് നീ ഇതൊക്കെ അറിഞ്ഞെന്ന് മറ്റാരും അറിയാതെയും ഇരിക്കട്ടെ. നിന്റെ ബാപ്പയും മിക്കയും പോലും.